എന്താണ് ഒരു വൈറ്റ് ഹോൾ? ഗൈസ്, നമുക്കെല്ലാവർക്കും ബ്ലാക്ക് ഹോൾ എന്നത് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു വേർഡാണ്. വളരെ ബേസിക് ആയിട്ട് ഒരു ബ്ലാക്ക് ഹോൾ എന്തെന്ന് വെച്ചാൽ വലിയ വലിയ സ്റ്റാറുകളുടെ ഉള്ളിൽ അഥവാ കോറിൽ നടക്കുന്ന ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ഷൻ തീരാറാവുമ്പോൾ അതിൻ്റെ തന്നെ ഗ്രാവിറ്റിയിൽ അത് കൊളാപ്സ് ആകുകയും ഓൾമോസ്റ്റ് ഒരു സിംഗിൾ പോയിന്റിലേക്ക് വരികയും ചെയ്യും. ഈ സിംഗിൾ പോയിന്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് സിംഗുലാരിറ്റി എന്ന്. ഈ സിംഗുലാരിറ്റി തൊട്ട് ഇവൻ ഹൊറൈസൺ വരെയുള്ള റീജിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബ്ലാക്ക് ഹോൾ എന്ന്. ബ്ലാക്ക് ഹോളിനകത്തുള്ള ഹൈ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് കാരണം ബ്ലാക്ക് ഹോളിൻ്റെ അടുത്തൂടെ പോകുന്ന ഏതൊരു വസ്തുവിനെയും ബ്ലാക്ക് ഹോളിൻ്റെ ഉള്ളിലേക്ക് അത് വലിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇത് യൂണിവേഴ്സിലെ സ്പീഡ് ലിമിറ്റ് എന്നറിയപ്പെടുന്ന ലൈറ്റിനെ പോലും ബ്ലാക്ക് ഹോൾ അതിൻ്റെ ഉള്ളിലേക്ക് വലിക്കുന്നു. എന്നാൽ വൈറ്റ് ഹോൾ എന്ന് പറയുന്നത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് കാണാം. പുറത്തു നിന്നും ഒരു ഒബ്ജക്റ്റും വൈറ്റ് ഹോളിലേക്ക് കയറാൻ സാധിക്കില്ല. എന്നാൽ വൈറ്റ് ഹോളിൻ്റെ ഉള്ളിൽ നിന്ന് മാറ്ററുകൾക്ക് പുറത്തേക്ക് കടക്കാൻ സാധിക്കുന്നു. നമ്മളൊരു ഒബ്ജക്റ്റിനെ വൈറ്റ് ഹോളിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ വൈറ്റ് ഹോൾ അതിനെ എക്സ്പെൽ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതുകൊണ്ടൊക്കെ തന്നെ ബ്ലാക്ക് ഹോളിൽ വീഴുന്ന ഒരു ഒബ്ജക്റ്റ് തിരിച്ചു വരുന്നത് വൈറ്റ് ഹോൾ വഴിയാണെന്നും ഇതിൻ്റെ ഉള്ളിൽ ഒരു വേം ഹോൾ ഉണ്ടാകുന്നുണ്ടെന്നാണ് പറയാറുള്ളത്. വൈറ്റ് ഹോൾസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ നമ്മുടെ ശാസ്ത്രലോകത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല. പക്ഷേ വൈറ്റ് ഹോളുകൾ കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതുകൊണ്ടൊക്കെ തന്നെ വൈറ്റ് ഹോൾ എന്നത് ഒരു തിയററ്റിക്കൽ കൺസെപ്റ്റായി നിലനിൽക്കുന്നു. ഗൈസ്, നിങ്ങൾക്ക് ബ്ലാക്ക് ഹോളിനെ പറ്റി കൂടുതൽ അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ റൈ എക്സ്പ്ലെയിൻസ് എന്ന ഈ ചാനൽ തന്നെ ഫസ്റ്റ് വീഡിയോ കാണാവുന്നതാണ്. ആൻഡ് ഓൾസോ ഇങ്ങനെയുള്ള ഷോർട്ട് കണ്ടന്റുകൾ നിങ്ങളുടെ ഫോണിൽ നിങ്ങളുടെ വിലപ്പെട്ട സമയം കളയാതെ തന്നെ ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു എന്ന കാര്യം ഉറപ്പുവരുത്തുക.